കുഞ്ഞിക്കൂനൻ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ ഡബ്ബിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം ലാൻഡ് ഫോണിലൊരു കോള് വരികയാണ്. ഞാനെടുത്തപ്പോൾ ഞാൻ ലാലാണ്, സിദ്ദിഖ് ലാലിലെ ലാലാണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടനാണ് വിളിക്കുന്നത്. ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു പ്രോജക്റ്റ് ആലോചിക്കാൻ വേണ്ടിയാണ്, ഒന്ന് കലൂർ വരെ വരാമോ, സ്റ്റുഡിയോയിൽ വരാമോ. അന്ന് ലാൽ മീഡിയ കലൂർ ഒരു റെൻ്റൽ ഹൗസിൽ ആണ് സ്റ്റുഡിയോ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു, പിന്നെ എന്താ നമുക്ക് വരാം, ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ കലൂർ ലാലേട്ടൻ്റെ സ്റ്റുഡിയോ ചെല്ലുന്നു. അപ്പോൾ ലാലേട്ടന് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. എൻ്റെ ജോഷ് സാറിൻ്റെ വാഴുന്നൂർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പുള്ളിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഡേറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് പുള്ളിക്ക് അതിൻ്റെ അത് പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അടുപ്പവും പരിചയമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ലാലേട്ടൻ്റെ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ അവിടെ ലാലേട്ടൻ്റെ ഭാര്യ നാൻസി ചേച്ചിയും ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നമ്മളൊരു ദിലീപിനെ വെച്ചിട്ടുള്ളൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ബെന്നി എഴുതണം, ഒരു തമിഴ് സിനിമയുടെ റീമേക്കാണ്. അപ്പോൾ ആ സിനിമയുടെ CD കയ്യിലുണ്ട്, അതൊന്ന് കണ്ടിട്ട് നമുക്ക് നാളെയോ മറ്റന്നാളോ ഒന്നുകൂടി ആ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ തമിഴ് പടത്തിൻ്റെ CD ആയിട്ട് വന്നു. ഞാൻ ആ സിനിമ വീട്ടിൽ നിന്ന് കണ്ടു. പക്ഷെ എനിക്കെന്തോ ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതൊരു പുതിയ ആൾ അഭിനയിച്ച തമിഴിൽ ഫ്ലോപ്പായിരുന്നൊരു സിനിമയാണ്. അപ്പം ഞാൻ ആ പിറ്റേ ദിവസം ലാലേട്ടനായിട്ട് CD തിരിച്ചു കൊടുത്തിട്ട് ലാലേട്ടനായിട്ട് കണ്ടു. ആ സിനിമയുടെ കുഴപ്പങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഞാനിത് തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു പുതിയ സബ്ജക്റ്റ് ആലോചിക്കാം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഷാഫിയും പറഞ്ഞു, ഒരു പുതിയ സംഭവം ആലോചിക്കും.